എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 മെയ് 10 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനി വരാണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ് LP-UP എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലത്ത് നിങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയായിട്ട് അവിടെ പോയി നിൽക്കണമെന്ന് കുട്ടികളൊക്കെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം. സോ അത് സഫലമാക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ അതിന് മുന്നേ തന്നെ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ടാലന്റ് ഈ ഒരു റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ ന്യൂ SCRT ഫാക്ടറുകളും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talgala.com ഈ പുസ്തകം ലഭ്യമാണ്. ദെൻ ഇതിന്റെ വില എന്ന് പറയുന്നത് ഇപ്പോൾ 950 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക, എത്രയും പെട്ടെന്ന് ഒരു അധ്യാപകനായി തീരുക. ദെൻ അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് CPO എന്ന് പറയുന്നത്. സോ ആ എക്സാമിനോട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ടാലന്റ് CPO റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയോ ആണ്. മുൻവർഷ ചോദ്യങ്ങളും ന്യൂ SCRT ഫാക്ടറും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്റ്റോളുകളിലുണ്ട്, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലുണ്ട്. ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talgala.com ലഭ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ആദ്യത്തേത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ്. ആദ്യത്തേത് മാത്രമല്ല, നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന എല്ലാം തന്നെ മുൻപൊക്കെ PSC ചോദിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് അപ്ഡേഷൻസും ഉണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. ആദ്യത്തെ നിയമനം ഇതാണ്. നമ്മുടെ പുതിയ CDS ആരാണ്, അഥവാ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? നമുക്കറിയാം നിലവിൽ ആരാണ്? അനിൽ ചൗഹാൻ ആണ് അല്ലെ. സോ അദ്ദേഹത്തിന്റെ കാലാവധി 2026 മെയ് 30 തീയതി കഴിയുകയാണ്. അപ്പൊ അതിനുശേഷം നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ 3ാമത്തെ CDS ആയിട്ട് നിയമിതനാകാൻ പോകുന്നത് NS രാജസുബ്രഹ്മണ്യ. ആരാണ്? NS രാജസുബ്രഹ്മണ്യാണ് ഇന്ത്യയുടെ പുതിയ CDS അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയുടെ 3ാമത്തെ CDS എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ 3ാമത്തെ ആണെന്ന് പറഞ്ഞു, 2ാമത്തെ അനിൽ ചൗഹാൻ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആരാണ്? ബിപിൻ റാവത്ത് അല്ലെ. ബിപിൻ റാവത്ത് ആണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ബിപിൻ റാവത്ത് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ CDS എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് കുനൂർ അപകടത്തിൽ എന്ത് ചെയ്തത്? മരണപ്പെട്ടു പോയത്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ എന്നിരുന്നാൽ തന്നെ ഒന്നുകൂടെ ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഇന്ത്യയുടെ പുതിയ CDS ആയിട്ട് എന്ത് ചെയ്യുന്നു? NS രാജസുബ്രഹ്മണ്യ ചുമതലയേൽക്കാനായിട്ട് പോവുകയാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്ത നിയമനം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം തന്നെയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവി. അപ്പൊ നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവി ആരെന്നാണ്? അത് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. ആരാണ്? അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ആണ് ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവിയായിട്ട് ചുമതലയേൽക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ എന്താണ് ഈ ഒരു നാവികസേനാ മേധാവി ആയിരിക്കുന്ന ദിനേശ് ത്രിപാഠിയുടെ എന്താണ് കാലാവധി കഴിയുന്നതിനെ തുടർന്നാണ് ഇദ്ദേഹം സ്ഥാനമേൽക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് പഠിച്ചു വച്ചേക്കാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു നിയമനമാണ്. നമുക്കറിയാം അല്ലെ, അതായത് നമ്മുടെ കൊച്ചി മുസിരിസ് ബിനാലെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. 2012 ആരംഭിച്ചതാണ് ഈ കൊച്ചി മുസിരിസ് ബിനാലെ എന്ന് പറയുന്നത്. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലാപ്രദർശന മേളയാണ് ഈ പറയുന്ന കൊച്ചി മുസിരിസ് ബിനാലെ എന്ന് പറയുന്നത്. ബോസ് കൃഷ്ണമാചാരിയൊക്കെയാണ് ഇതിന്റെ തുടക്കം കുറിച്ചെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചി മുസിരിസ് ബിനാലയുടെ അതായത് 2027 ആരംഭിക്കാനിരിക്കുകയാണ്. 2027 ആരംഭിച്ച് 2028 മാർച്ചിൽ എന്ത് ചെയ്യുന്നത്? സമാപിക്കും. സോ ആ ഒരു കൊച്ചി മുസിരിസ് ബിനാലയുടെ ആയിട്ട് നിയമിതനായ ഫ്രഞ്ച് അൾജീരിയൻ കലാകാരൻ ആരാണ്? അപ്പൊ 2027 ആരംഭിക്കുന്ന കൊച്ചി മുസിരിസ് ബിനാലെ അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 7ാമത്തെ കൊച്ചി മുസിരിസ് ബിനാലയുടെ ക്യൂറേറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ഖാദർ അറ്റിയാണ് കേട്ടോ. ഖാദർ അറ്റിയാണ്. കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ഒരു ഫ്രഞ്ച് അൾജീരിയൻ കലാകാരനാണ്. ഇനി അതിനേക്കാൾ ഉപരി ഏറ്റവും ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു വിദേശ കലാകാരൻ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വിദേശി ഈ പറയുന്ന കൊച്ചി മുസിരിസ് ബിനാലയുടെ ക്യൂറേറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ചുമതലയേൽക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു നിയമനമാണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറേ സ്ഥലങ്ങളിൽ ഇലക്ഷൻ നടന്നല്ലേ. അതായത് പശ്ചിമ ബംഗാളിൽ നടന്നു, നമ്മുടെ കേരളത്തിൽ നടന്നു, തമിഴ്നാട്ടിൽ നടന്നു, അസമിൽ നടന്നു, പുതുച്ചേരി നടന്നു. അപ്പൊ ഇവിടുത്തെ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ ആകുന്നതേ ഉള്ളൂ. അപ്പൊ എന്നിരുന്നാലും ഇവിടെ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവേന്ദു അധികാരിയാണ്. അപ്പോൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇദ്ദേഹം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഈ പറയുന്ന സുവേന്ദു അധികാരി. അതായത് ഇപ്പോൾ പശ്ചിമ ബംഗാളില് BJP ഭാഗമായിട്ടുള്ള NDA ആണ് അധികാരത്തിൽ വന്നത്. സോ എന്താണ്
BJP-യുടെ പ്രതിനിധിയായിട്ടുള്ള സുവേന്ദു അധികാരി അവിടുത്തെ എന്തായിട്ട് മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേറ്റിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു BJP മുഖ്യമന്ത്രി പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വരുന്നത്. ദെൻ ഇതിന് മുൻപ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമതാ ബാനർജിയാണ്. മമതാ ബാനർജി പ്രതിനിധീകരിക്കുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്നുള്ള കാര്യം പഠിക്കുക. ദെൻ ഈ മമതാ ബാനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ചർച്ചയിലുണ്ടായിരുന്നു അല്ലെ. അതായത് ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മമതാ ബാനർജിയാണ്. കാരണം SIR-ുമായിട്ട് ബന്ധപ്പെട്ട കേസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മമതാ ബാനർജി സുപ്രീം കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പൊ മമതാ ബാനർജിക്ക് അധികാരം നഷ്ടമായിരിക്കുകയാണ്. ഇപ്പോൾ സുവേന്ദു അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചിമ ബംഗാളിലെ ഗവർണർ ആരാണെന്ന് കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അതെന്ന് പറയുന്നത് RN രവിയാണ് കേട്ടോ. RN രവിയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിന്റെ ഗവർണർ എന്ന് പറയുന്നത്. മുൻപ് CV ആനന്ദബോസ് ആയിരുന്നു, നമ്മൾ പഠിച്ച കാര്യമാണ്. ഇപ്പൊ അതിലൊരു അപ്ഡേഷൻ വന്നു, RN രവിയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു പേര് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ പറയുന്ന എന്താണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോയതിന് പിന്നാലെ മമതാ ബാനർജി രാജിവെച്ചിട്ടില്ല. പകരം RN രവി എന്ത് ചെയ്യുകയാണ്, ആ ഒരു ഗവൺമെന്റിനെ പിരിച്ചു വിടുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒന്ന് എന്താണ് പബ്ലിസിറ്റി നേടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചർച്ച ചെയ്യുക. അപ്പോൾ RN രവി എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിന്റെ ഗവർണറാണ്. ദെൻ സുവേന്ദു അധികാരിയാണ് ഇവിടുത്തെ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ്. അതായത് VD സതീശൻ എഴുതിയൊരു പുസ്തകത്തെ പറ്റിയാണ്. ഈ ഒരു VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ. അതായത് 15ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. ദെൻ ഇപ്പോഴത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നാണ്. VD സതീശന്റെ പൂർണ്ണമായിട്ടുള്ള പേര് എന്താണ്? വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നാണ് VD സതീശന്റെ പൂർണ്ണമായ പേര്. സോ അദ്ദേഹം എഴുതിയ പുതിയ പുസ്തകത്തിന്റെ പേര് ഇതാണ്, ആദം നീ എവിടെയാകുന്നു. എന്താണ്? ആദം നീ എവിടെയാകുന്നു. അതായത് വളരെ പ്രധാനപ്പെട്ട ചില ക്രിസ്തീയ സഭകളുടെ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ച ചില പ്രസംഗങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പഠിക്കുക. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ പുസ്തകത്തിന്റെ പേരെന്ന് പഠിക്കുക. ആദം നീ എവിടെയാകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്ന് പറയുന്നത്. ദെൻ ഈ ഒരു വാക്കിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ആദം നീ എവിടെയാകുന്നു എന്നുള്ളത് ബൈബിൾ പ്രകാരം എന്താണ്, ബൈബിളിൽ ദൈവം ആദ്യമായിട്ട് മനുഷ്യനോട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ പറയുന്ന ആദം നീ എവിടെയാകുന്നു എന്ന് പറയുന്ന ചോദ്യം. അതായത് ഈ ഒരു വിലക്കപ്പെട്ട കനി കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആദം ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ദൈവം ചോദിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്കാണ് ഈ പറയുന്ന ആദം നീ എവിടെയാകുന്നു. സോ അതാണ് ബൈബിളിലെ മനുഷ്യനോട് ദൈവം ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്നും പറയുന്നത്. സോ അതിന്റെ പേര് തന്നെയാണ് ഈ ഒരു പുസ്തകത്തിനും, ആദം നീ എവിടെയാകുന്നു. സോ ആ പുസ്തകം രചിച്ചത് VD സതീശനാണ്. ദെൻ അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകം കൂടിയുണ്ട്, നേരനുഭവങ്ങൾ എന്ന് പറയുന്നത്. അതും അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അതായത് അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു പുസ്തകമാണ് നേരനുഭവങ്ങൾ എന്ന് പറയുന്നത്. സോ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ്. ശരിക്കും പറഞ്ഞ PSC ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്. ഒരു പരീക്ഷയിലുള്ള ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ്. ഇപ്പൊ അതിനൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. പുതിയ ആള് ചുമതല ഏറ്റിട്ടില്ല. എന്തായാലും കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിരുന്ന K സച്ചിദാനന്ദൻ എന്ത് ചെയ്തിരിക്കുന്നു, സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിരുന്ന K സച്ചിദാനന്ദൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം മാത്രമല്ല വൈസ് പ്രസിഡന്റ് ആയിരുന്ന അശോകൻ ചെരുവിലും എന്ത് ചെയ്തിട്ടുണ്ട്, രാജിവെച്ചിട്ടുണ്ട്. ഈ അശോകൻ ചെരുവിൽ നമുക്കറിയാലോ അല്ലെ. അതായത് കാട്ടൂർ കടവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് വയലാർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഈ പറയുന്ന K സച്ചിദാനന്ദനും അതുപോലെ തന്നെ അശോകൻ ചെരുവിലും രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ദെൻ കേരള സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് 1956 രൂപീകരിക്കുന്നത്. 1956 ഓഗസ്റ്റ് 15 എന്ത് ചെയ്യുന്നത്, നമ്മുടെ തിരുക്കൊച്ചി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഇത് രൂപീകരിക്കുന്നത്. ദെൻ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം എന്ന് പറയുന്നത് 1956 ഒക്ടോബർ 15 എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പഠിക്കുക. നമ്മുടെ ചിത്തിര തിരുനാളാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ദെൻ 1958 എന്ത് ചെയ്യുന്നു, ഇതിന്റെ എന്താണ് ആസ്ഥാനം തൃശ്ശൂരേക്ക് മാറ്റുകയാണ്. 1958 ഈ ഒരു കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരേക്ക് മാറ്റുന്നത്. ദെൻ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സർദാർ KM പണിക്കറാണ്. ആ ഒരു കാര്യം കൂടി ഓർക്കുക. ദെൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ വെബ്സൈറ്റ് പ്രകാരമുള്ള കാര്യങ്ങളാണ്. സോ അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ മോഹൻലാൽ ശബ്ദം നൽകുന്ന നാടകങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ പോലെയൊക്കെ പല പത്രങ്ങളിലും വന്നൊരു കാര്യമാണ്. അതായത് അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ മോഹൻലാൽ ശബ്ദം നൽകുന്ന നാടകങ്ങൾ ഏതൊക്കെയാണ്. 2 നാടകങ്ങൾക്കാണ് അദ്ദേഹം ശബ്ദം നൽകുന്നത്. ഒന്നെന്ന് പറയുന്നത് കടങ്കഥയിലെ വിരുന്നുകാരൻ. എന്താണ് കടങ്കഥയിലെ വിരുന്നുകാരൻ? അതേപോലെ തന്നെ ദൈവത്തിൻ മനം ആര് കണ്ടു. എന്താണ് ദൈവത്തിൻ മനം ആര് കണ്ടു എന്നുള്ള 2 നാടകങ്ങൾക്കാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ശബ്ദം നൽകുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. ഏറ്റവും പ്രായം കുറഞ്ഞ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ 2ാമത്തെ മലയാളിയാണ്. സോ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലെ. അപ്പൊ അതും കൂടെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക.
ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, പാക് കടലിടുക്ക് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? അപ്പൊ എന്താണ് പാക് കടലിടുക്ക് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഇഷാങ്ക് സിംഗ് കേട്ടോ. ഇഷാങ്ക് സിംഗ് എന്ന് പറയുന്ന കുട്ടിയാണ് ഈ ഒരു പാക് കടലിടുക്ക് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത്. ഈ ഒരു പാക് കടലിടുക്ക് എന്ന് പറയുന്ന കാര്യം PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്കറിയാം അല്ലെ. അതായത് ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ് പാക് കടലിടുക്ക് വേർതിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മുടെ ഇന്ത്യയെയും അതുപോലെ തന്നെ ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് എന്ന് പറയുന്നത് പാക് കടലിടുക്ക്. ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്, അതായത് ടീസ്റ്റ നദി പുനഃസ്ഥാപന പദ്ധതിക്ക് ചൈനയുടെ സഹായം തേടി ബംഗ്ലാദേശ്. അതായത് ഒട്ടുമിക്ക ചാനലുകളിലും വന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഹെഡിംഗ് ആണ്. അതായത് ടീസ്റ്റ നദിയുടെ പുനഃസ്ഥാപന പദ്ധതിക്ക് വേണ്ടിയിട്ട് ചൈനയുടെ സഹായം എന്ത് ചെയ്തിരിക്കുകയാണ്? ബംഗ്ലാദേശ് തേടിയിരിക്കുകയാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ടീസ്റ്റ എന്ന് പറയുന്ന നദിയെ നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ടീസ്റ്റയാണ്. ദെൻ ബ്രഹ്മപുത്രയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് അല്ലെ മാനസ്, ലുഹിത്, ടീസ്റ്റ, സുബിൻസിരി. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഈ പറയുന്ന ടീസ്റ്റ എന്ന് പറയുന്ന സിക്കിം അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ഈ ഒരു ടീസ്റ്റ നദി പുനഃസ്ഥാപന പദ്ധതിക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ബംഗ്ലാദേശ് ചൈനയുടെ സഹായം തേടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുറച്ചും കൂടി ഇതായിട്ട് പറയുന്നത് ഈ ഒരു സിലിഗുരി ഇടനാഴിയുണ്ട് പശ്ചിമ ബംഗാൾ. അപ്പൊ ആ ഒരു പ്രദേശത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ പറയുന്ന ഗംഗാജലം അത് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാറുണ്ട് നമ്മുടെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള 1996. സോ ആ ഒരു കരാറ് ഇപ്പോ കഴിയാനായിട്ട് പോവുകയാണ്. 2026 30 വർഷം നീണ്ടുന്ന ആ കരാർ അവസാനിക്കാൻ പോവുകയാണ്. സോ അത്തരത്തിലുള്ള സമയത്താണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്? ഒരു തീരുമാനം ബംഗ്ലാദേശ് എടുത്തിരിക്കുന്നത്. സോ അതും കൂടെ ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു റോബോട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് റോബോട്ട് സന്യാസിയായ ഗാബിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? അപ്പൊ എന്താണ്? റോബോട്ടിന്റെ പേരാണ് ഗാബി എന്ന് പറയുന്നത് കേട്ടോ. ഗാബി എന്ന് പറയുന്ന ഒരു റോബോട്ട്, അതായത് ഒരു റോബോട്ട് സന്യാസിയാണ്. അപ്പൊ അതിനെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ കൊറിയ ആണെന്നുള്ള കാര്യം ഒന്ന് പഠിക്കാം. അപ്പൊ ദക്ഷിണ കൊറിയ അവതരിപ്പിച്ച ഒരു റോബോട്ട് സന്യാസിയാണ് ഗാബി എന്ന് പറയുന്നത്. ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ റോബോട്ട് സന്യാസി കൂടിയാണ് ഈ ഒരു ഗാബി എന്ന് പറയുന്നത്. സോ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയിലെ ജോഗേഷ എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇതിന് കുറച്ച് നിബന്ധനകൾ അല്ലെങ്കിൽ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ റോബോട്ടിന്. അതായത് ജീവനെ ബഹുമാനിക്കുക, അതുപോലെ തന്നെ മറ്റു റോബോട്ടുകളെ നശിപ്പിക്കാതിരിക്കുക, ഊർജ്ജം സംരക്ഷിക്കുക, നുണ പറയാതിരിക്കുക തുടങ്ങിയ കുറച്ച് നിയമങ്ങളൊക്കെ ഈ ഒരു റോബോട്ടിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതും കൂടെ ഒന്ന് പഠിക്കുക. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ അറിവിടത്തിന്റെ പ്രാക്ടീസ് ബുക്കിനെ പറ്റി പരിചയപ്പെടുത്തുകയാണ്. അറിവിടം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ ടാലന്റിന്റെ SCRT ബുക്കാണ് അറിവിടം എന്ന് പറയുന്നത്. സോ ആ ഒരു SCRT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്ന തരത്തിൽ, അതായത് ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ ചാപ്റ്ററും അതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ഏകദേശം 4300-ലധികം ചോദ്യങ്ങൾ, പരിശീലന ചോദ്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇതിലെ സയൻസും അതുപോലെ തന്നെ സോഷ്യൽ സയൻസും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. സോഷ്യൽ സയൻസ് 2300-ലധികം ചോദ്യങ്ങൾ ഉണ്ടാവും. ദെൻ സയൻസിന്റെ 1800-ലധികം ചോദ്യങ്ങൾ ഉണ്ടാവും. ദെൻ ഇതിന് പുറമെ തന്നെ റീസെന്റ് ആയിട്ട് PSC ചോദിച്ച SCRT ബേസ് ചെയ്തിട്ടുള്ള PQസും ഞങ്ങൾ ഈ ഒരു ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലുണ്ട്, ദെൻ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലുണ്ട്. അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkerala.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേഷൻസ് തന്നെയായിരുന്നു, പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളായിരുന്നു. അതിൽ ആദ്യത്തേത് ഇന്ത്യയുടെ പുതിയ CDS അല്ലെങ്കിൽ ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അപ്പോൾ സംയുക്ത സേനാ മേധാവി ആരാണ്? അത് NS രാജാ സുബ്രഹ്മണ്യാണ്. ഈ മാസം അവസാനത്തോടെ അദ്ദേഹം ചാർജ് എടുക്കാം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, ഇന്ത്യയുടെ CDS ആവുന്ന 3ാമത്തെ വ്യക്തിയാണെന്ന് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാന്ന് ആലോചിച്ച് വെച്ചേക്കുക. നിലവിൽ ഇതുവരെയുള്ള ഡേറ്റാസ് പ്രകാരം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ CDS ആയിട്ട് ചുമതല വഹിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിൽ ചൗഹാൻ ആണ് കേട്ടോ. കാര്യം ഈ പറയുന്ന ബിപിൻ റാവത്ത് ചുമതലയേറ്റ് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അദ്ദേഹം വിമാനാപകടത്തിൽ മരിക്കുകയായിരുന്നു. ദെൻ അതിനുശേഷമാണ് അനിൽ ചൗഹാൻ. ദെൻ അതിനുശേഷം ഇപ്പോൾ എന്താണ് രാജാ സുബ്രഹ്മണ്യം അധികാരത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? ഇന്ത്യയുടെ പുതിയ നാവിക സേനാ മേധാവി ആരാണെന്ന് പറഞ്ഞു? അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ്. then അതിനുശേഷം പറഞ്ഞത് 2027 ആരംഭിക്കുന്ന അല്ലെങ്കിൽ 7ാമത് കൊച്ചി മുസിരിസ് ബിനാലയുടെ ക്യൂറേറ്റർ ആയിട്ട് നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു? അത് ഖാദർ അഠിയ ആണെന്ന് പറഞ്ഞു. then ഇദ്ദേഹം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്ന ആദ്യത്തെ വിദേശ കലാകാരൻ കൂടിയാണ് കേട്ടോ.
അതിനുശേഷം നമ്മൾ പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് പശ്ചിമ ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ്. കാരണം ഇതിനു മുൻപ് ഒരുപാട് PSC പരീക്ഷകളിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ നമ്മൾ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ അവിടുത്തെ ഗവർണറെ കൂടി നമ്മൾ പഠിക്കും. ആരാണ്? RN രവിയാണ്. അദ്ദേഹം മുൻപ് തമിഴ്നാടിന്റെ ഗവർണർ ആയിരുന്നു, ഇപ്പോൾ പശ്ചിമ ബംഗാളിന്റെ ഗവർണറാണ്. ദെൻ ആദം നീ എവിടെയാകുന്നു എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് VD സതീശനാണ്. അതിനുശേഷം പറഞ്ഞത് KS അച്യുതാനന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അതിനൊപ്പം അശോകൻ ചെരുവിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച കാര്യം നമ്മൾ പറഞ്ഞു. അതിനുശേഷം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ മോഹൻലാൽ ശബ്ദം നൽകുന്ന നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു അല്ലെ. കടങ്കഥയിലെ വിരുന്നുകാരനും ദൈവത്തിന്റെ മനമാര് കണ്ടു തുടങ്ങിയ 2 നാടകങ്ങൾക്ക് അദ്ദേഹം ശബ്ദം നൽകുകയാണ്. അതിനുശേഷം പറഞ്ഞത് പാക്കടലെടുക്ക്, അതായത് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന എന്താണ് കടലെടുക്കാണ് ഈ പറയുന്ന പാക്കടലെടുക്ക്. സോ അത് നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ഇഷാങ്ക് സിംഗ് ആണ്. ദെൻ ടീസ്റ്റ നദി പുനഃസ്ഥാപന പദ്ധതിക്കായിട്ട് ബംഗ്ലാദേശ് ഏത് രാജ്യത്തിന്റെ സഹായം തേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ സഹായമാണ് തേടിയിരിക്കുന്നത്. ദെൻ അതിനുശേഷം റോബോട്ട് സന്യാസിയായ ഗാബിയെ അവതരിപ്പിച്ചത് ദക്ഷിണ കൊറിയ ആണെന്ന് പറഞ്ഞു. സോ അതും കൂടെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2024 ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം 2022-24 കാലഘട്ടത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, കാൻ 2026 ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രി ആയിട്ട് തിരഞ്ഞെടുത്ത ചിത്രം ഏതാണ്? നീചനഗറാണോ, പതിയർ പാഞ്ചാലിയാണോ, അമ്മ അറിയാനാണോ, ആരേണ്യർ ദിൻരാത്രിയാണോ? അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2026 സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആര് എന്നാണ്. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ശശിശേഖർ വെമ്പതിയാണ്. കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 3 വർഷ കാലയളവിലേക്കാണ് ഇദ്ദേഹത്തിന്റെ നിയമനം എന്ന് കൂടി പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം, 2026 മാധവ മുദ്ര പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് KS രവികുമാർ ആണ്. ഇദ്ദേഹത്തെ ഈ ഒരു പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ദേവസ്വം ബോർഡ് നൽകുന്ന ഒരു സാഹിത്യ പുരസ്കാരമാണ്, അല്ലെങ്കിൽ സാഹിത്യ രംഗത്തെ സംഭാവനകൾക്ക് ദേവസ്വം ബോർഡ് നൽകുന്ന ഒരു ഔദ്യോഗിക പുരസ്കാരമാണ് ഈ പറയുന്ന മാധവ മുദ്ര പുരസ്കാരം. മലയൻകീഴ് മാധവ കവിയുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരമാണ്. അപ്പൊ അതും കൂടെ ഒന്ന് പഠിക്കുക. അപ്പൊ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. അപ്പൊ 2026 മെയ് 10 പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.